അപ്പോൾ എമ്പുരാൻ റിവ്യൂ നമ്മൾ ഫസ്റ്റ് കണ്ടതിനുള്ളൊരു പെട്ടെന്നുള്ളൊരു റിവ്യൂ ആണിത്. ആദ്യം തന്നെ പടം കാണണോ വേണ്ടേ, തിയേറ്ററിൽ പോയി കാണണോ അതോ ഫോണിൽ കണ്ടാൽ മതിയോ? 100% ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. പിന്നെ ഗംഭീര പടമാണെന്ന് ചോദിച്ചാൽ മേക്കിംഗ് വൈസും അതിൻ്റെ എന്താ പറയണ്ട ഫ്രെയിംസും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയണ്ട ഒരു ഹോളിവുഡ് റേഞ്ചാണ്. അത്യാവശ്യം നമുക്കൊരു പടം എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഈ പറയുന്ന കണക്ക് ഇതിൻ്റെ ഇത്രയും ഈ എടുത്ത് വെച്ചേക്കുന്ന ഒരു പരിപാടി നമുക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം. പിന്നെ മൾട്ടിപ്പിൾ ടൈം വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രാവശ്യമേ കണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ തിയേറ്ററിനകത്ത്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഒരു 2-3 പ്രാവശ്യമോ മൾട്ടിപ്പിൾ ടൈംസ് വാച്ചബിൾ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സെക്കൻഡ് ഹാഫ് ഈ പറയുന്ന കണക്ക് ലാഗും നൈറ്റൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങി വരാം, അതാണ് അവസ്ഥ. പിന്നെ ഈ പറയുന്ന കണക്ക് ഫ്രെയിംസും പരിപാടിയൊക്കെ നല്ലതായതുകൊണ്ട് പിന്നെ ഈ ലാസ്റ്റ് ക്ലൈമാക്സിനോടൊക്കെ അടുപ്പിച്ചെത്തുമ്പോൾ കുറച്ച് ഫൈറ്റ്സും പരിപാടിയൊക്കെ ഉണ്ട്. ലാഗിങ് എന്ന് പറഞ്ഞാൽ ലാഗിൻ്റെ അങ്ങേയറ്റം. പക്ഷേ എങ്കിലും ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്കിനും അതിനെ കവർ ചെയ്ത് ചെറിയൊരു പരിപാടിയും എന്താ പറയണ്ട നെക്സ്റ്റ് നമുക്ക് L3 കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഹിൻറ്റും പരിപാടി നമുക്കൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണർത്തുന്ന സീൻസും പരിപാടിയിലൊക്കെയാണ് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എങ്കിലും സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നല്ല ലാഗിങ്ങാണ്. ആദ്യം ഡയറക്ഷൻ അത്യാവശ്യം വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. വൃത്തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അത് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്. ഒരു രക്ഷയില്ല വൃത്തിക്ക്. അതായത് ഒരു സിനിമയുടെ മുകളിൽ ഒരു സാധനം അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും മുകളിലോട്ടൊരു പൊടിക്ക് പോലും കയറാത്ത രീതിക്ക് ആ പടത്തിന് എന്താണോ വേണ്ടത് അത് പുള്ളി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് മുരളി ഗോപി അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ അറിയില്ലോ, കാമാര സംഭവം, ഈ പറയുന്ന കണക്ക് ലൂസിഫർ. അപ്പോൾ എമ്പുരാനും അതേ കണക്കുള്ളൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് പടം. പിന്നെ ഈ പറയുന്ന കണക്ക് സ്ക്രീൻ പ്ലേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഇച്ചിരി ലാഗ് പരിപാടിയൊക്കെ ഉണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടി അവർ കൊടുത്തതാവും, പക്ഷേ അത് കൂടിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. സ്ക്രീൻ പ്ലേക്കകത്ത് ഫൈറ്റ് സീക്വൻസൊക്കെ മോൾഡ് ചെയ്തപ്പോഴത്തേക്കിനും ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ് ഖുറേഷി അബ്രഹാമായിട്ട് നമ്മുടെ ലാലേട്ടൻ അറിയാമല്ലോ, യൂഷ്വലി അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. സ്ക്രീൻ പ്രസൻസ് പിന്നെ ഒന്നും പറയണ്ടല്ലോ. പുള്ളിയുടെ ഒരു ഓറയും പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ എസ്പെഷ്യലി പുള്ളിയുടെ ആ തോള് ചെരിഞ്ഞുള്ള നടത്തവും പരിപാടിയൊക്കെ അത്യാവശ്യം നമുക്ക് കുറച്ച് ഗൂസ് ബംസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ മറ്റ് ആക്ടേഴ്സ്, അതായത് ടൊവിനോ ആയാലും പിന്നെ മഞ്ജു വാര്യർ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് പെർഫോമൻസ് കൊണ്ടല്ല, ക്യാരക്ടർ പോർട്രേഷൻ കൊണ്ടൊരു ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് സുരാജിൻ്റെ ഒരു ക്യാരക്ടറാണ്. സജനചന്ദ്രൻ, അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കേരളത്തിലെ ടോപ്പ് ലീഡർ. പക്ഷേ അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ പോർട്രേഷൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ പോർട്രേഷൻ കൊടുത്തിട്ട് പകുതി വെച്ചിട്ട് പുള്ളി ഒരു പൊട്ടനെ പോലെ ഹിന്ദി അറിയില്ല, മീൻസ് അങ്ങനത്തെ ഒരു കോമാളി പൊട്ടനാകുന്ന ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ പോർട്രേഷൻ. അത് പുള്ളിയുടെ പെട്ടെന്നുള്ള ഷിഫ്റ്റിങ്ങിൽ പുള്ളിയുടെ ഒരു സീൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും പരിപാടി കംപ്ലീറ്റ് കുളമായിപ്പോയി. പുള്ളിയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് കുളമായിപ്പോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ പോയൊരവസ്ഥ മൊത്തത്തിലുണ്ടായി. അത് ഒരിക്കലും പുള്ളിയുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ വന്നവരും നിന്നവരും പോയവരും സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോയവരും ഗംഭീരമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് L2 എമ്പുരാൻ. സിനിമാറ്റോഗ്രാഫി സുജിത്ത് വാസുദേവ്, പുള്ളി ലൂസിഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ സെവന്ത് ഡേ, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്ത ഒരാളല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അതൊക്കെ നമുക്കറിയാമല്ലോ. ആസ് യൂഷ്വൽ നമ്മൾ കേരളത്തിൽ കാണുന്ന മലയാള സിനിമകളും ഈ തമിഴ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഫ്രെയിംസിന് കുറച്ച് ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുള്ളൊരു ക്യാമറാമാനാണ്. ആ തരത്തിൽ നോക്കിയാൽ പുള്ളി ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ക്യാമറാമാനാണ്. ഇതിനകത്ത് കുറച്ച് ഷോട്ട്സൊക്കെ ഉണ്ട്, നമ്മളിത് ആലോചിക്കുക എങ്ങനെയാണ് പുള്ളി എടുത്തതെന്ന് തന്നെ നമ്മൾ നമ്മൾ ചിന്തിച്ചു പോകും. ഇതെങ്ങനെ എടുത്താലും ഇങ്ങനെ എടുക്കാം എന്ന് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഉത്തരം കിട്ടാത്ത കുറേ ഷോട്ട്സ് ഉണ്ട്. ഉദാഹരണത്തിന് അതിനകത്തൊരു ബ്ലാസ്റ്റ് അടക്കുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ക്യാമറ മൂവ് ചെയ്തേക്കണമെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് VFX ആണോ, ഇനി എങ്ങാനും VFX ചെയ്തതാണോ? പക്ഷേ VFX ചെയ്തതാണെന്ന് ഒരിക്കലും തോന്നത്തില്ല. ഒരിക്കലും VFX ആവാൻ ചാൻസ് ഇല്ല. അതൊരു പർട്ടിക്കുലർ ഒരു സീനുണ്ട് അതിനകത്ത്, ബ്ലാസ്റ്റൊക്കെ നടന്നിട്ട് ഈ പറയുന്ന കണക്കൊരു എന്താ പറയുക ഒരു ഹോളിവുഡ് നടീനെ വെച്ചിട്ടുള്ളൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും. ഇതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റണം ഒരു മനുഷ്യന്, ഈ പറയുന്ന കണക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഷോട്ട്സൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ദീപക് ദേവ്, പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പടത്തിനകത്ത് ഒരിക്കലും സിനിമയ്ക്ക് മുകളിലോട്ട്
ഒരു പൊടിക്ക് പോലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കാതോർത്തിരിക്കില്ല. കറക്റ്റ് ആ സിനിമയുടെ ഒരു ഓളത്തിന് പോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി പൊതുവേ റൊമാൻറ്റിക്കിൻ്റെ ആളാണ്. ലൂസിഫറിൽ വന്നപ്പോൾ തന്നെ നമ്മളെ ഞെട്ടിച്ചു അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇതിലും പുള്ളി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പൊടിക്ക് പോലും സിനിമയുടെ മുകളിലേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറിയിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് പുള്ളിയുടെ. അപ്പോൾ ദീപക് ദേവും തൻ്റെ പണി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് നല്ലതാണ്, നല്ല പണിയെടുത്തിട്ടുണ്ട് ആർട്ടുകാർ. പിന്നെ എഡിറ്റിങ്ങിന് നല്ല പങ്കുണ്ട്. പക്ഷേ എഡിറ്റർക്ക് വേണമെങ്കിൽ കുറച്ച് സീൻസൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിരുന്നുവെങ്കിൽ ഇച്ചിരി കൂടെ എൻഗേജിങ് ആയിരുന്നു ആ പടം. എന്തായാലും ഓവറോൾ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. സെക്കൻഡ് ഹാഫിലെ ലാഗ് ഒഴിച്ച് കഴിഞ്ഞാൽ പടം വേറെ ഏതോ റേഞ്ചിൽ പോകേണ്ട പടമായി പോയി. ആ ലാഗ് മിക്കവാറും വള്ളി വലിക്കാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ചാണ്, നിങ്ങളൊക്കെ പോയി കാണണം. കണ്ട് നമ്മുടെ മലയാള സിനിമയുടെ യശസ്സ് ഉയർത്തണമെന്ന് മാത്രം എനിക്ക് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു.